ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ടോ എങ്ങനെ ചോദിക്കും? ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ചിട്ട് പിന്നെ സബ്ജക്റ്റ് പിന്നെ ഹാവ് ടു പിന്നെ വേർബ്. ഡു അല്ലെങ്കിൽ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ടു പ്ലസ് വേർബ്. ഓക്കെ, ചെയ്യാനുണ്ടോ ചെയ്യേണ്ടതുണ്ടോ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഡു യു ഹാവ് ടു ഗോ? നിനക്ക് പോകേണ്ടതുണ്ടോ? ഓക്കെ, ഇവിടെ ഡു വന്നു അല്ലെ, എന്നിട്ട് സബ്ജക്റ്റായ യു വന്നു, പിന്നെ ഹാവ് ടു വന്നു, പിന്നെ വേർബായ ഗോ വന്നു. ഡു യു ഹാവ് ടു ഗോ? ഓക്കെ, നെക്സ്റ്റ്, ഡസ് ഷീ ഹാവ് ടു ബൈ എനിത്തിങ്? അവൾക്ക് എന്തെങ്കിലും വാങ്ങുവാനുണ്ടോ? ആദ്യം ഡസ് വന്നു, പിന്നെ സബ്ജക്റ്റായ ഷീ വന്നു, പിന്നെ ഹാവ് ടു വന്നു, പിന്നെ വേർബായ ബൈ വന്നു. ഡസ് ഷീ ഹാവ് ടു ബൈ എനിത്തിങ്? ഓക്കെ, നെക്സ്റ്റ്, ഡു ദേ ഹാവ് ടു സേ എനിത്തിങ്? അവർക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? ഡു വന്നു, പിന്നെ സബ്ജക്റ്റായ ദേ വന്നു, പിന്നെ ഹാവ് ടു വന്നു, പിന്നെ വേർബായ സേ വന്നു. ഓക്കെ, ഡു ദേ ഹാവ് ടു സേ എനിത്തിങ്? അവർക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? നെക്സ്റ്റ്, ഡു വി ഹാവ് ടു പാക്ക് എനിത്തിങ്? നമുക്ക് എന്തെങ്കിലും പാക്ക് ചെയ്യുവാനുണ്ടോ? ആദ്യം ഡു വന്നു, പിന്നെ സബ്ജക്റ്റായ വി വന്നു, പിന്നെ ഹാവ് ടു വന്നു, പിന്നെ വേർബായ പാക്ക് വന്നു. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പാക്ക് ചെയ്യുവാനുണ്ടോ? ഡു വി ഹാവ് ടു പാക്ക് എനിത്തിങ്? നെക്സ്റ്റ്, ഡസ് ഹി ഹാവ് ടു ബൈ എനിത്തിങ്? അവന് എന്തെങ്കിലും വാങ്ങുവാനുണ്ടോ? ആദ്യം ഡസ് വന്നു, പിന്നെ സബ്ജക്റ്റായ ഹി വന്നു, പിന്നെ ഹാവ് ടു വന്നു, പിന്നെ വേർബായ ബൈ വന്നു. ഡസ് ഹി ഹാവ് ടു ബൈ എനിത്തിങ്? ഓക്കെ, ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ.